എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ഇന്ന് വിദ്യാവിധിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു പ്രത്യേകമായിട്ടൊരു സർക്കുലർ വന്നിട്ടുണ്ട്. അതിൽ പറയുന്ന പ്രകാരം 27/12/2025 സർക്കാർ ഉത്തരവിന് GORT നമ്പർ 10/572/2025 പൊതുവിദ്യാഭ്യാസ വകുപ്പ് പ്രകാരം ഫെബ്രുവരി 2026 കേട്ടറ്റ് പരീക്ഷയ്ക്ക് അപേക്ഷ ക്ഷണിച്ചിരുന്നു. ആയതിന് അപേക്ഷ കൊടുക്കാൻ സാധിക്കാത്തവർക്ക് ഇന്നു മുതൽ 5/6/2026 വൈകുന്നേരം 5 മണി വരെ അപേക്ഷിക്കുന്നതിന് അവസരമുണ്ടായിരിക്കുന്നതാണ്. ഇനിയൊരു അവസരം കൂടി അനുവദിക്കുന്നതല്ല എന്ന വിവരം അറിയിക്കുന്നു. ഇങ്ങനൊരു ഓർഡർ, ഒരു സർക്കാർ ഉത്തരവ് നമുക്ക് ഇന്ന് 2/6/2026 പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേര് ചോദിച്ചു, അയ്യോ കേട്ടറ്റിൻ്റെ പുതിയ നോട്ടിഫിക്കേഷൻ വന്നോ, കേട്ടറ്റ് വിളിച്ചോ, കേട്ടറ്റ് ഇനിയിപ്പോൾ മാറ്റമുണ്ടോ എന്നൊക്കെ ചോദിച്ചു വിളിച്ചു. അപ്പോൾ നമ്മൾ പല ഗ്രൂപ്പുകളിലും പരസ്യം കണ്ടു ഇങ്ങനെ ഒരു ഓർഡർ വന്നതായിട്ട്. എന്നാൽ ഇതിൻ്റെ വിശദാംശങ്ങൾ എന്താണ് എന്ന് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് ആർക്കും ഒരുപാട് പേർക്ക് മനസ്സിലാകാത്തതുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്തേക്കാം എന്ന് കരുതിയത്. അതായത് നിലവിലത്തെ സാഹചര്യത്തിൽ ഒരു നോട്ടിഫിക്കേഷൻ വന്നിരുന്നു. എന്ത്? സർക്കാർ സർവീസിലുള്ള, എയ്ഡഡ് സർവീസിലുള്ള എല്ലാ അധ്യാപകർക്കും കേട്ടറ്റ് നിർബന്ധമാക്കിയതിനെ തുടർന്ന് സർവീസിലുള്ള അധ്യാപകർക്ക് വേണ്ടി മാത്രമായിട്ട് ഫെബ്രുവരി മാസം ഒരു കേട്ടറ്റ് പരീക്ഷയ്ക്കുള്ള നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചു. ഈ നോട്ടിഫിക്കേഷൻ പ്രകാരം എന്തു ചെയ്തു? നമുക്കെല്ലാവർക്കും പങ്കെടുക്കാൻ വേണ്ടിയിട്ട്, പരീക്ഷയ്ക്ക് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് കുറേ നാളുകൾ ഇങ്ങനെ നീട്ടി തന്നു. അതിന് പ്രകാരം നമ്മൾ എന്ത് ചെയ്തു? എല്ലാവരും പരീക്ഷയ്ക്ക് അപേക്ഷ വെച്ചു. എന്നാൽ ചിലരെന്ത് ചെയ്തു? ആ പരീക്ഷ, അതിന് മുന്നേ വരുന്ന പരീക്ഷയ്ക്ക് ഞാൻ ജയിക്കും എന്ന് കരുതി ചിലർ അപേക്ഷ വെച്ചില്ല. അങ്ങനെ അപേക്ഷിക്കാത്തവർക്ക് ആ പരീക്ഷ അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിരിക്കുന്നു? ഇപ്പോൾ ഒരു പുതിയ സമയം അനുവദിച്ചിരിക്കുന്നു. എന്ന് വരെയാണ്? 5/6/2026 വൈകുന്നേരം 5 മണി വരെ. ഈ സമയത്തിനകത്ത് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാം? പുതുതായിട്ട് ആ സർവീസിലുള്ള പരീക്ഷയ്ക്ക് അപേക്ഷിക്കാം. ഇത് സർവീസിലുള്ളവർക്ക് വേണ്ടി മാത്രമാണ്. സർവീസിലല്ലാത്തവർക്കുള്ള പരീക്ഷ ഇനിയിപ്പോൾ ഉടനെ വിളിക്കുമായിരിക്കും. നിലവിൽ വിളിച്ചിട്ടില്ല എന്നുള്ളത് കൂടി ഓർക്കുക. ഇത് നിലവിൽ സർവീസിലുള്ള അധ്യാപകർക്ക് കേട്ടറ്റ് മാൻഡേറ്ററി ആണ്. അതുപോലെ 2028 ഓഗസ്റ്റിന് മുന്നേ എന്ത് ചെയ്യണം? അത് പാസ്സാകണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ആ വിധി പ്രകാരം ആ പരീക്ഷ അതിന് മുന്നേ പാസ്സാകാൻ വേണ്ടിയിട്ട് അവർക്ക് കൊടുത്തിരിക്കുന്ന ഒരു പ്രത്യേക പരീക്ഷയാണ്. ആ പരീക്ഷയുടെ ഡേറ്റ് ഈ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു. ജൂൺ 28 ആണെന്ന്. അതിപ്പോൾ 11/12 ജൂലൈ 11/12 മാറ്റിയതായിട്ടും പറയുന്നുണ്ട്. അതിൻ്റെ ഓർഡർ നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ പരീക്ഷയ്ക്ക് അപേക്ഷിക്കാൻ ഇപ്പോൾ പറ്റുമോ എന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. പറ്റും. ഈ പരീക്ഷയ്ക്ക് അപേക്ഷിക്കാൻ പറ്റും. അതിന് നമുക്ക് നിലവിൽ കേട്ടറ്റിൻ്റെ വെബ്സൈറ്റിൽ നമ്മളൊന്ന് ജസ്റ്റ് കയറി കഴിയുമ്പോൾ നമുക്ക് ഏറ്റവും അടിയിൽ ഇവിടെ കിടപ്പുണ്ട്. കണ്ടോ? 2026 ഫെബ്രുവരി നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞ് നമുക്കിവിടെ കിടപ്പുണ്ട്. നിങ്ങൾ നോക്കിയാൽ മതി, നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടോ? ഈ സാധനം നിലവിൽ കിടക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായതാണ്. ഇതിപ്പോഴും ഓപ്പണാണ്. ഇതിൽ നിങ്ങൾ ജസ്റ്റ് ചെയ്യുക, ഇതിൻ്റെ ഡൗൺലോഡ് ചെയ്ത് ഇതിൻ്റെ PDF ഒന്ന് ഓപ്പൺ ആക്കി നോക്കിയാൽ നമുക്ക് കാണാം നേരത്തെ വന്നേക്കുന്ന നോട്ടിഫിക്കേഷൻ. അതായത് നമ്മുടെ 2026 ഫെബ്രുവരിയിൽ നമുക്ക് വന്നിരിക്കുന്ന കേട്ടറ്റിൻ്റെ നോട്ടിഫിക്കേഷനാണ് നമുക്ക് എന്ത് ചെയ്തിരിക്കുന്നത് ഇവിടെ വരുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ തൊട്ടടുത്തുള്ള രജിസ്ട്രേഷൻ, ഇത് നേരത്തെ പോയായിരുന്നു, രജിസ്ട്രേഷൻ ക്ലോസ്ഡ് എന്നും പറഞ്ഞ് കാണിച്ചായിരുന്നു. ഈ രജിസ്ട്രേഷനാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത് മുകളിൽ കാണിച്ചിട്ടുണ്ട്. കേട്ടറ്റ് ഫെബ്രുവരി 2026 രജിസ്ട്രേഷൻ റീ ഓപ്പൺഡ് ഫ്രം ടുഡേ 5/6/2026 ജൂൺ 2026 5-ാം തീയതി വൈകുന്നേരം 5 മണി വരെ ആയിരിക്കും എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പം മുതൽ നമുക്ക് അങ്ങോട്ട് അപേക്ഷിച്ച് തുടങ്ങാം. വേറെ യാതൊരു തടസ്സവും. നമുക്ക് അപേക്ഷിക്കാം. രജിസ്ട്രേഷനിൽ പോവുക, ന്യൂ രജിസ്ട്രേഷനിൽ കൊടുക്കുക. ഇവിടെ നമ്മൾ ഈ 3 ടിക്ക് ചെയ്യുക, ന്യൂ രജിസ്ട്രേഷൻ കൊടുക്കുക. നമ്മുടെ ഡീറ്റെയിൽസ്, നമ്മൾ സർവീസിലുള്ളവരാണെന്നുള്ളതിൻ്റെ, അതിനുശേഷം നിങ്ങളുടെ ഏതാണോ അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. എയ്ഡഡ് ആണോ ഗവൺമെൻറ് ആണോ സെലക്ട് ചെയ്യുക. നിങ്ങളുടെ പെൻ നമ്പർ ഉള്ളവർക്ക് കൊടുക്കാം, ഇല്ലാത്തവർക്ക് കൊടുക്കണ്ട. ഡേറ്റ് ഓഫ് ജോയിനിങ് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർക്ക് പെൻ നമ്പർ ആയിട്ടില്ല, സർവീസിൽ അവർ പ്രവേശിച്ചു, അവരുടെ അപ്പോയിൻമെൻറ്റ് പാസ്സായെങ്കിലും അവർക്ക് ഡെയിലി വേജിലായിരിക്കും നിയമനം പാസ്സായിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ളവർക്കും എന്ത് ചെയ്യാം? എഴുതാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഡേറ്റ് ഓഫ് ജോയിനിങ് ചോദിച്ചിട്ടുണ്ട്, അത് മാൻഡേറ്ററി ആണ്. സ്കൂളിൻ്റെ നെയിം, സ്കൂൾ കോഡ്, അതുപോലെ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ഡിസ്ട്രിക്റ്റ് ചോദിച്ചിട്ടുണ്ട്. കാറ്റഗറി ഏതാണോ നിങ്ങൾക്ക് പരീക്ഷ എഴുതേണ്ടത്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരാൾക്കൊരു അപേക്ഷയെ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ അകത്ത് 3 കൊടുക്കണമെങ്കിലും 3 ടിക്ക് ചെയ്യുക. ഇനി 1 മാത്രം മതിയെങ്കിൽ 1 മാത്രം കൊടുക്കുക. 1 കൊടുത്തതിന് ശേഷം വേറെ 1 കൂടെ കൊടുക്കണമെന്ന് വിചാരിച്ചാൽ നടക്കില്ല.
ഈ കൂട്ടത്തിൽ ഞാനൊരു കാര്യം പറയാം, വിദ്യാവീതിയെക്കുറിച്ച് കൂടി പറയാം. വിദ്യാവീതി എന്ന് പറയുന്നത് കേട്ടറ്റിന് പരിശീലനം കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ്. നമ്മളുടെ നമ്പർ എന്ന് പറയുന്നത് 94 95 177 417 ആണ്. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും നമ്മളെ വിളിക്കാം. കേട്ടറ്റിന് വേണ്ടി മാത്രം പരിശീലനം കൊടുക്കുന്നു. ഇപ്പോൾ വന്നിരിക്കുന്ന ഈ സർവീസിലുള്ളവർക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ പരീക്ഷയ്ക്ക് നമ്മൾ ഇന്നലെ ജൂൺ 1-ാം തീയതി രാത്രി 8:30 മണി മുതൽ 10 മണി വരെയുള്ള സമയത്ത് ലൈവ് ക്ലാസ്സുകൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇന്ന് 2-ാം ദിവസമാണ്. നമുക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് കേട്ടറ്റ് കാറ്റഗറി 1 ഉണ്ട്, കാറ്റഗറി 2 ഉണ്ട്, കാറ്റഗറി 4-ലെ ജനറൽ വിഷയങ്ങളായിട്ടുള്ള മലയാളം, ഇംഗ്ലീഷ്, സൈക്കോളജി, പെഡഗോജി എന്നിവയുണ്ട്. കാറ്റഗറി 1-നും 2-നും നമുക്ക് എന്തുണ്ട്, മുഴുവനായിട്ടുമുണ്ട്. നമ്മളുടെ ഫീസ് എന്ന് പറയുന്നതൊക്കെ വളരെ കുറവാണ്. ആർക്കെങ്കിലും അതും ഓൺലൈൻ ക്ലാസ്സാണ്. ഗൂഗിൾ മീറ്റ് വഴി രാത്രി 8:30 മണി മുതൽ 10 മണി വരെയാണ് ക്ലാസ്സിൻ്റെ സമയം. നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു സ്പെഷ്യൽ ടീച്ചർ ഉണ്ടാവും. അതുപോലെ നിങ്ങൾക്ക് ഈ പറയുന്ന പരീക്ഷ വളരെ മുഖ്യമാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. കാരണം സർവീസിലുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പരീക്ഷയാണ്. കഴിഞ്ഞ പരീക്ഷ നല്ല എളുപ്പമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പരീക്ഷയും ചിലപ്പോൾ എളുപ്പമായിരിക്കാം. അങ്ങനെയൊക്കെ വരുന്ന സാഹചര്യത്തിൽ നിങ്ങൾക്ക് പഠിക്കാൻ, നിങ്ങൾക്കൊരു എന്താണ് പഠിക്കേണ്ടത്, എങ്ങനെയാണ് പഠിക്കേണ്ടത്, ഇത്രയും ചുരുങ്ങിയ ദിവസം കൊണ്ട് എങ്ങനെ പഠിച്ചു തീർക്കാം എന്നൊക്കെ ആഗ്രഹിച്ചിരിക്കുന്ന സമാധാനം നഷ്ടപ്പെട്ടിരിക്കുന്ന അധ്യാപകരാരെങ്കിലും LP UP വിഭാഗത്തിലുണ്ടെങ്കിൽ നമ്മളെ വിളിക്കാം. വിദ്യാവീതി എന്ന് പറയുന്നത് കഴിഞ്ഞ പരീക്ഷയ്ക്ക് മാത്രം 586 അധ്യാപകർക്ക് കേട്ടറ്റ് മേടിച്ചു കൊടുത്തിട്ടുള്ള സ്ഥാപനമാണ്. 5000, 10000, 25000 എന്നൊന്നും നമ്മൾ പറയില്ല, കൃത്യമായിട്ടുള്ള കണക്കാണ്. കാറ്റഗറി 1, 2, 4 വിഭാഗങ്ങളിൽ നമ്മൾ 586 പേരെ കേട്ടറ്റ് വിജയിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് നമ്മളതിൻ്റെ റിസൾട്ടൊക്കെ നിങ്ങൾക്ക് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് കാണിക്കാമെന്ന് ചോദിച്ചാൽ നമ്മൾ അയച്ചു തരാൻ പാകത്തിന് റെഡിയാക്കി വെച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് അതിനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മളെ വിളിക്കാം. കാറ്റഗറി 1, കാറ്റഗറി 2, കാറ്റഗറി 4 വിഭാഗങ്ങളിലുള്ളവർക്ക് ജസ്റ്റ് നിങ്ങൾ ഒന്നുകിൽ നമ്പറിൽ കോൾ ചെയ്യുക, അല്ലെങ്കിൽ ഈ നമ്പറിൽ വാട്സാപ്പിൽ എസ് എന്നൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. നിങ്ങൾക്ക് നമ്മുടെ 2 ബാച്ചുകൾ ഇന്നലെ ഓപ്പൺ ആയിട്ടുണ്ട്. ഒന്ന് സർവീസിലുള്ളവർക്കും സർവീസിലില്ലാത്തവർക്കും. സർവീസിലില്ലാത്തവർക്ക് പരീക്ഷ എന്നാണോ പരീക്ഷയുടെ തലേന്ന് വരെ ലൈവ് ക്ലാസ്സും, സർവീസിലുള്ളവർക്ക് ഈ പറയുന്ന 27-ാം തീയതി വരെ എന്നുള്ള തരത്തിലാണ് നമ്മൾ തുടങ്ങിയത്. ഇനി ജൂലൈ 11 വരെ നീട്ടിയിട്ടുണ്ടെങ്കിൽ 11-ാം തീയതി രാത്രി വരെ നമ്മൾ എന്ത് ചെയ്തിരിക്കും, നിങ്ങൾക്ക് ക്ലാസ് തന്നിരിക്കും. നമ്മുടെ ക്ലാസ്സിൻ്റെ സമയം രാത്രി 7:30 മണി മുതൽ 10 മണി വരെയാണ്. അതിനിടയിലുള്ള സമയത്തായിരിക്കും ക്ലാസ്. അതാത് നിങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ നിങ്ങൾക്ക് നൽകും. ചെറിയ ഫീസ് അടച്ചാൽ മാത്രമാണ് നമുക്ക് നമ്മുടെ ഇതിൽ പഠിക്കാൻ പറ്റത്തുള്ളൂ. സർവീസിലുള്ളവർക്ക് മാത്രമായിട്ട് നടത്തുന്ന സ്പെഷ്യൽ ബാച്ചുണ്ട്, അല്ലാത്തവർക്ക് വേണ്ടിയിട്ടുണ്ട്. അല്ലാത്തവർക്ക് നിലവിൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല എന്നുള്ളതും കൂടി ഓർക്കുക. എൻ്റെ ഈ നമ്പർ നിങ്ങൾ സേവ് ചെയ്ത് വയ്ക്കുക. ധൈര്യമായിട്ട് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. വിളിച്ചാൽ എപ്പോഴും കിട്ടണമെന്നില്ല, നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തതിലേക്ക് പോകാം. പിന്നെ നമുക്ക് നിങ്ങളുടെ കാറ്റഗറി 1 നിങ്ങൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ നിങ്ങളുടെ മീഡിയം ഓഫ് എക്സാമിനേഷൻ ഏതാണ്, മലയാളം അല്ലെങ്കിൽ ഇംഗ്ലീഷ്. അതുപോലെ തന്നെ പാർട്ട് നിങ്ങൾ 1 മലയാളം ആണെങ്കിൽ മലയാളം, ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ്. പിന്നെ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഏതാണോ ആ ക്വാളിഫിക്കേഷൻ തിരഞ്ഞെടുക്കുക. അതിനുശേഷം നിങ്ങളുടേതായ സ്വന്തം ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കൊടുക്കുക. ഏറ്റവും അവസാനം ഇവിടെ ഒരു ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ, അത് നിങ്ങൾക്ക് DOയിൽ നിന്ന് നിങ്ങൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കുക. വാങ്ങിയില്ലെങ്കിൽ ഇവിടെ മാൻഡേറ്ററി ആയിട്ട് പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് അത് ഇല്ലെങ്കിലും കുഴപ്പമില്ലായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം പെൻ നമ്പർ ഉള്ളവർക്ക് അത് വേണ്ടാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നിങ്ങളുടെ സർക്കാർ ഓർഡർ എന്താണോ പറഞ്ഞിരിക്കുന്നത് അതനുസരിച്ചിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുക. ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക, സേവ് ചെയ്യുക. പേയ്മെൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ആപ്ലിക്കേഷൻ നിങ്ങൾ എടുക്കുക. ഇത് നിങ്ങളോട് പ്രത്യേകം ഒന്നുകൂടി പറയാം, അത് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യേണ്ട കാര്യമാണ്. ഇതെന്താണ്, ഇത് സർവീസിലുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക പരീക്ഷയാണ്. സർവീസിലുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക പരീക്ഷയാണ്. ഇതിൻ്റെ അപേക്ഷിക്കേണ്ട സമയം നേരത്തെ തന്നിരുന്നതാണ്. അത് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നതാണ് 5/6/2026 വൈകുന്നേരം 5 മണി വരെ എന്ന് പറയുന്ന സമയം വരെ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ളവർ മാത്രം എന്ത് ചെയ്യുക, ഈ പരീക്ഷയ്ക്ക് അപേക്ഷിക്കുക. അല്ലാത്തവരുടെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമ്മുടെ ചാനലിൽ നിങ്ങളോട് പറയും. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് നമ്മുടെ ചാനൽ വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം, ഇല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നമ്പർ ഒന്നുകൂടി പറയുന്നു, 94 95 177 417. ഇതാണ് നമ്മുടെ വിദ്യാവീതിനെ വിളിക്കാനുള്ള നമ്പർ എന്നൊന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു.